ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മേന്മയായി, അദ്ദേഹം മാത്രമല്ല കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഒരു മേന്മയായി പറഞ്ഞത് അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ CPM-ൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ എന്ത് സംഭവിക്കുന്നു എന്ന ഒരു മറുവാദം കൊണ്ട് താങ്കൾ ഈ ചോദ്യത്തിന്റെ മൂർച്ച മുനയൊടിച്ചു കളയരുത്. അവിടെ ഈ നേതാക്കൾ പറയുന്നത് കോൺഗ്രസ് അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു പരാതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷന് കിട്ടിയപ്പോൾ അദ്ദേഹം അത് DGPക്ക് കൈമാറിക്കൊണ്ടൊരു മാതൃക കാണിച്ചു. വേറെ ഏത് പാർട്ടിയുണ്ട് ഇതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഷഹനാസിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഞാൻ വായിക്കുകയാണ്. രാഹുൽ മോശമായി ഈ ഷഹനാസിനോട് പെരുമാറി എന്നാണ് പറയുന്നത്. സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രാഹുലിനെ അധ്യക്ഷനാക്കരുത് എന്ന് ഷാഫി പറമ്പിലിനോട് ആവശ്യപ്പെട്ടു. ഷാഫി പ്രസിഡന്റായിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ലായിരുന്നു. രാഹുലിനെതിരെ പല പരാതികളും ഷാഫിക്ക് ലഭിച്ചിരുന്നു. പുരുഷാധിപത്യം എല്ലായിടത്തുമുണ്ട്. ഇനി ഇവരെ അവിശ്വസിക്കണോ നമ്മൾ? രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയവുമായി പരിചയമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയത്തിൽ ഒട്ടേറെ ആളുകളെ കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചും ഒക്കെ ഒട്ടേറെ അപവാദങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരാറുണ്ട്. ഈ അപവാദങ്ങളെല്ലാം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരാളുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കാനോ രാഷ്ട്രീയത്തിൽ അവരുടെ റോൾ നിർണ്ണയിക്കാനോ ഒന്നും കഴിയില്ല. എന്തെങ്കിലും പരാതി ഒരു അടിസ്ഥാനപൂർണമായി ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതല്ലാതെ അപവാദങ്ങളുടെ പേരിൽ എവിടെയൊക്കെയോ ഉയർന്ന ചില എന്ന് പറയുന്ന ആൾ ഒരു സാധാരണ പ്രവർത്തകയല്ല. യൂത്ത് കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗത്തിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു അവർ. ഈ പരാതി നൽകുമ്പോൾ ഷഹനാസ് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഷഹനാസിന് ഉത്തമ ബോധ്യമുള്ള കാര്യമായിരുന്നെങ്കിൽ, അല്ലെ ഷഹനാസിനെതിരെ എന്തെങ്കിലും അപമര്യാദയെ പെരുമാറുന്നെങ്കിൽ അത് രേഖാമൂലമായി യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസിന്റെ നേതൃത്വത്തിനോ സമർപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കോട്ടത്തിനെതിരെ നടപടി ഉണ്ടാകുമായിരുന്നു. രാഹുൽ മാങ്കോട്ടത്തിന്റെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഒരു കാര്യം കൂടെ, ഈ രാഷ്ട്രീയത്തിലെ എല്ലാ കാര്യങ്ങളും നാം ആപേക്ഷികമായി തന്നെയാണ് പരിഗണിക്കുന്നത്. ഒരു പാർട്ടിയുടെ ഗുണവും മേന്മയും നമ്മൾ തീരുമാനിക്കുന്നത് മറ്റു പാർട്ടികളുമായി സമാനമായ സാഹചര്യങ്ങളിൽ മറ്റു പാർട്ടികൾ എങ്ങനെ പ്രതികരിച്ചു എന്ന് പരിഗണിച്ചു എന്ന് തന്നെയാണ് നമ്മൾ ഒരു പാർട്ടിയുടെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം മറ്റു പാർട്ടികളെക്കുറിച്ച് പരിഗണിക്കാതെ ഒരു ഐസൊലേഷനിലല്ല നമ്മൾ കോൺഗ്രസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചെയ്യുന്നത്. സമാന സാഹചര്യങ്ങളിൽ CPM എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ BJP എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൺഗ്രസിനെ വിലയിരുത്തേണ്ടത്. P ശശി ആണെങ്കിലും PK ശശി ആണെങ്കിലും KV വൈശാഖനാണെങ്കിലും KV ശശികുമാർ ആണെങ്കിലും മുകേഷ് ആണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ പേരിൽ ആരോപണം ഉണ്ടായപ്പോൾ CPM എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കോൺഗ്രസ് എങ്ങനെ പ്രവർത്തിച്ചു. ഷഹനാസിനെ പോലൊരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇതര രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ചെയ്തു എന്ന് നമ്മൾ അതിനെ തുലനം ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തെ സമീപിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞ പേരുകളും അവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും അതിൽ പാർട്ടി എന്ന് നടപടി സ്വീകരിച്ചു ഒക്കെ വാലിഡ് തന്നെ. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞത്, ഷഹനാസ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് നിരവധി പെൺകുട്ടികൾ പരാതിപ്പെട്ടിരുന്നു ഷാഫിയോട്. അവിടെ ഈ കാര്യങ്ങൾ നേരിട്ട് അറിയിച്ചിരുന്നു, നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു ഗാർഡിയൻ ഏഞ്ചലായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സംരക്ഷകനായി ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നു എന്നത് പരസ്യമായി ഇന്നവർ പറഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.